ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയിലെ ബേസിക് അക്കൗണ്ടിംഗ് ടേംസ് ഡിസ്കസ് ചെയ്യുന്ന ഈ സെഷനിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഈ ചാപ്റ്ററിൽ നടന്ന ക്ലാസ്സുകൾ കാണാത്തവർക്കായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിലൂടെ അത് കാണുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കറിയാം, ബേസിക് അക്കൗണ്ടിംഗ് ടേംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ നിങ്ങൾ അക്കൗണ്ടിംഗ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ടേംസ് ആണ്, പദങ്ങളാണ് അല്ലേ? ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ടേംസ് ആണ്: ഗുഡ്സ്, പർച്ചേസസ് ആൻഡ് സ്റ്റോക്ക്. സോ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ഗുഡ്സ് ആൻഡ് ദെൻ പർച്ചേസസ് ആൻഡ് ദെൻ സ്റ്റോക്ക്. ആദ്യം നമുക്ക് ഗുഡ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഗുഡ്സ് എന്ന ടേം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. നമ്മളതിനെ ചരക്കുകൾ അല്ലെങ്കിൽ സാധനങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഗുഡ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിന് ചില ഉദാഹരണങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആ സ്ക്രീനിലേക്കൊന്ന് നോക്കും. അവിടെ ചില പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ആദ്യം കൊടുത്തിട്ടുള്ളത് സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ പിക്ചറാണ്. സ്പോർട്സ് മെറ്റീരിയൽ, സ്പോർട്സ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ സ്പോർട്സുമായി റിലേറ്റ് ചെയ്ത സാധനങ്ങൾ വിൽക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ മെറ്റീരിയൽസ് കാണാം. എന്താണ്? ബോള്, ബാറ്റ്, അങ്ങനെ സ്പോർട്സുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ അല്ലേ? അപ്പോൾ ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഗുഡ്സ് എന്ന് പറയുന്നത് ഈ സ്പോർട്സ് മെറ്റീരിയൽസാണ്. ഇനി അപ്പുറത്തേക്ക് സ്റ്റേഷനറി ഐറ്റംസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഷനറി വിൽക്കുന്ന കടകളുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ കാണാം: പെന്ന്, ബുക്ക്, പെൻസില്, ജിയോമെട്രി ബോക്സ്, കാൽക്കുലേറ്റർ തുടങ്ങിയ ഐറ്റംസ്. നമ്മളതിനെ സ്റ്റേഷനറി എന്നാണ് പറയുക അല്ലേ? അപ്പോൾ ഒരു സ്റ്റേഷനറി ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഗുഡ്സ് എന്ന് പറയുന്നത് ഈ സ്റ്റേഷനറി ഐറ്റംസാണ്. പെന്ന്, ബുക്ക് പോലെയുള്ള ഐറ്റംസാണ്. ഇനി നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോവുകയാണെങ്കിൽ യു ക്യാൻ സീ ടെക്സ്റ്റൈൽ ഐറ്റംസ്, ക്ലോത്ത്സ്, ഡ്രസ് മെറ്റീരിയൽസ്. അപ്പോൾ അവിടെ അവരുടെ ഗുഡ്സ് എന്ന് പറയുന്നത് തുണിത്തരങ്ങളാണ്. ആൻഡ് വെൻ വി മൂവ് ടു ആൻ ഇലക്ട്രോണിക് ഓർ ഇലക്ട്രിക്കൽ ഷോപ്പ് യു ക്യാൻ സീ TV, fridge, music systems, washing machines, etc. And these are their goods. These electronic items are their goods. ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും വ്യത്യസ്ത ഉൽപ്പന്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? ഡീലിങ്സ് നടത്തുന്നത് അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നത്, വ്യാപാരം നടത്തുന്നത് അല്ലേ? ഓക്കെ. ആ വ്യാപാരം നടത്തുന്ന, അവർ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഡീലിങ്സ് നടത്തുന്ന ആ ഉൽപ്പന്നങ്ങളെ, അതിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഗുഡ്സിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഗുഡ്സ് മീൻസ് പ്രോഡക്ട്സ് ഇൻ വിച്ച് ദ ബിസിനസ് ഈസ് ഡീലിംഗ്. ഏത് ഉൽപ്പന്നമാണോ ബിസിനസ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ വ്യാപാരം ചെയ്യുന്നത് അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നത്, അതിനെ നമുക്ക് ആ സ്ഥാപനത്തിൻ്റെ ഗുഡ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സ്റ്റേഷനറി ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഷനറി പ്രൊഡക്ട്സ്, പെന്ന്, പെൻസിൽ പോലുള്ള ഐറ്റംസാണ് അവരുടെ ഗുഡ്സ്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള തുണിത്തരങ്ങളാണ് അവരുടെ ഗുഡ്സ്. ഒരു ഇലക്ട്രോണിക് ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം TV, മ്യൂസിക് സിസ്റ്റംസ് പോലെയുള്ള ഇലക്ട്രോണിക് ഗുഡ്സാണ് അവരുടെ ഗുഡ്സ് അല്ലെങ്കിൽ ചരക്കുകൾ അല്ലെങ്കിൽ സാധനങ്ങൾ.
അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ഏത് ഉൽപ്പന്നമാണ് വ്യാപാരം നടത്തുന്നത് അല്ലെങ്കിൽ ഡീലിങ്സ് നടത്തുന്നത്, അതിനെയാണ് നമുക്കെന്ത് പറയാൻ പറ്റുക? ആ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാം? ഗുഡ്സ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡീലിങ്സ് അല്ലെങ്കിൽ വ്യാപാരം നടത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വ്യാപാരം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഡീലിങ്സ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുകയാണ് അവരെന്താ ചെയ്യുന്നത്? ഈ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു അല്ലേ? വേറൊരു സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കസ്റ്റമർക്ക് വിൽക്കുന്നു, ലാഭത്തിന് വിൽക്കുന്നു അല്ലേ? അപ്പോൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഡീലിങ്സ് അല്ലെങ്കിൽ വ്യാപാരം, കച്ചവടം എന്നൊക്കെ പറയുന്നത് അല്ലേ? ചില ബിസിനസ് സ്ഥാപനങ്ങൾ വാങ്ങുന്നതിന് പകരമായിട്ട് അവരവിടെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുകയും ചെയ്യും അല്ലേ? അങ്ങനെയും ചെയ്യാറില്ലേ? അപ്പോൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുക അല്ലെങ്കിൽ വാങ്ങി വിൽക്കുക, ഓക്കെ, എന്തോ ആയിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ ഡീലിങ്സ് എന്ന് പറയും, വ്യാപാരം എന്ന് പറയും. അങ്ങനെ വാങ്ങിച്ച് വിൽക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ഉൽപ്പന്നം ഏതാണോ അതിനെ നമുക്ക് ആ സ്ഥാപനത്തിൻ്റെ ഗുഡ്സ് എന്ന് പറയാം. ഫൈൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടേമാണ്, പക്ഷേ ഈ ടേം നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടേമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചില റിലേറ്റഡ് പദങ്ങൾ കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഗുഡ്സ് എന്താണെന്ന കാര്യം നിങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ സപ്പോസ് ഒരു സ്റ്റേഷനറി കടയാണെന്ന് കരുതുക. അവിടെയുള്ള പെന്ന്, ബുക്സ്, പെൻസില് പോലുള്ള ഐറ്റംസ് എല്ലാം ഗുഡ്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണെങ്കിൽ ആ ടെക്സ്റ്റൈൽ ഷോപ്പിലുള്ള തുണിത്തരങ്ങൾ അവർ വിൽക്കാൻ കൊണ്ടുവന്ന് വെച്ചാൽ വാങ്ങി വെച്ച സാധനങ്ങളെല്ലാം ഗുഡ്സ് ആണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. ഓക്കെ, അതിനെ ഗുഡ്സ് എന്ന് പറയും. ഫൈൻ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് അവരുടെ സ്ഥിരമായ ആവശ്യത്തിനായിട്ട് കുറച്ച് ഫർണിച്ചർ മേടിച്ചു എന്ന് വിചാരിക്കാം. കുറച്ച് ഷെൽഫുകൾ മേടിച്ചു. ഷെൽഫുകൾ, ആ ഷെൽഫിനെ നമ്മൾ ഗുഡ്സ് എന്ന് പറയും. ആ ഫർണിച്ചറിനെ നമ്മൾ ഗുഡ്സ് എന്ന് പറയോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത് ബിസിനസ്സിലേക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ച സാധനമാണ്, വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമല്ല. അത് ബിസിനസ്സിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനായിട്ട് കൊണ്ടുവന്ന സാധനമാണ് അല്ലേ, ഫർണിച്ചർ. അപ്പോൾ അതിനെ നമ്മൾ ഗുഡ്സ് എന്ന് വിളിക്കുമോ? ഇല്ല. വ്യാപാരം നടത്താനായിട്ട്, ഡീലിങ്സ് നടത്താനായിട്ട് ഉള്ള സാധനങ്ങളെ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുകയുള്ളൂ? ഗുഡ്സ് എന്ന് വിളിക്കൂ. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ഒരു മെഷീനറി മേടിച്ചു ദീർഘകാലം ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കണക്കെഴുതാനായിട്ട് മേടിച്ചു, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മേടിച്ചു. ഇതെല്ലാം സ്ഥിരമായിട്ട് ബിസിനസ്സിൽ ഉപയോഗിക്കാനായിട്ട് മേടിക്കുകയാണ്. അപ്പോൾ അതിനെയൊന്നും നമ്മൾ എന്ത് പറയില്ല? ഗുഡ്സ് എന്ന് പറയില്ല. വ്യാപാരം നടത്താനായിട്ട് അല്ലെങ്കിൽ വിൽക്കാനായിട്ട് മേടിക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? ഗുഡ്സ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുകയുള്ളൂ. ഫൈൻ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഗുഡ്സ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ. എപ്പോഴും ഏതൊരു കാര്യവും ഉദാഹരണ സഹിതം വേണം നമുക്ക് പഠിക്കാനും. ഏത് സമയത്തും ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റണം അല്ലേ? അപ്പോൾ നിങ്ങളോട് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെക്സ്റ്റൈൽ ഐറ്റംസ് അവരുടെ ഗുഡ്സാണ്. ഒരു ഇലക്ട്രോണിക് ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം TV, മ്യൂസിക് ഐറ്റംസ് പോലെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് അവരുടെ ഗുഡ്സ്. ഫൈൻ. സോ ഗുഡ്സ് എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് ക്ലിയർ ആയി അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് അല്ലേ? ആ പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗുഡ്സ് അല്ലേ? ഇനി നമ്മൾ അടുത്ത ടേമിലേക്ക് പോവുകയാണ്, വിച്ച് ഈസ് പർച്ചേസസ്. പർച്ചേസസ് എന്തിനെയാണ് പർച്ചേസസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യു വിൽ സീ എ പിക്ചർ ദെയർ അല്ലേ? എന്താണത്? ഒരു ട്രോളി ബാഗിൽ കുറച്ച് ഐറ്റംസ്, പ്രൊഡക്റ്റ് അതിലിങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ? ട്രോളി നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാം അല്ലേ? സാധനം മേടിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ട്രോളിയാണ് അല്ലേ? അപ്പോൾ ആ പിക്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? പർച്ചേസ് എന്ന പദത്തെ സൂചിപ്പിക്കാനാണ് അല്ലേ? ഫൈൻ. അപ്പോൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ വാങ്ങുന്നത് ഇതിനെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശ സൂചന കിട്ടിയിട്ടുണ്ടാകും അല്ലേ? നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദം തന്നെയാണ് പർച്ചേസ് എന്ന് പറയുന്നത് അല്ലേ? സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് നമ്മൾ പറയാറുണ്ട് പർച്ചേസ് ചെയ്യാൻ പോയി അല്ലേ? ചില ആൾക്കാർ പറയാറുണ്ട് ചൈനയിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോയി. അപ്പോൾ എന്താ ഇത് ഇന്ന് മനസ്സിലാക്കിയത്? ചൈനയിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോയി അല്ലേ? ഓക്കെ, ഫൈൻ. നമ്മൾ അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ പർച്ചേസ് എന്ന പദം കൊണ്ട്
എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് ഒരു എമൗണ്ടിനെയാണ്, പർച്ചേസസ്. ഒരു ബിസിനസ് സ്ഥാപനം സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കില്ലേ? വ്യാപാരം നടത്തുന്നു, അതിനാണ് ബിസിനസ് സ്ഥാപനം സെറ്റപ്പ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഒരു ബിസിനസ് സ്ഥാപനം വാങ്ങിയ ഗുഡ്സിൻ്റെ തുകയെ നമുക്ക് പർച്ചേസസ് എന്ന് പറയാം. ഒരു ബിസിനസ് സ്ഥാപനം സാധനങ്ങൾ മേടിക്കണം, എന്നിട്ടേ വിൽക്കാൻ പറ്റുള്ളൂ അല്ലേ? ശരിയല്ലേ? ഓക്കെ. അപ്പോൾ എത്ര രൂപയുടെ സാധനങ്ങൾ മേടിച്ചു, അതിനെ നമ്മൾ എന്ത് പറയുന്നു? പർച്ചേസസ് എന്ന് പറയുന്നു. സാധനങ്ങളെയല്ല പറയുന്നത് കേട്ടോ. എത്ര ഗുഡ്സ് മേടിച്ചു, ആ മേടിച്ച തുകയെ. ഒരു ബിസിനസ് സ്ഥാപനം ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ മേടിക്കാം, അതുപോലെ തന്നെ കടത്തിനും സാധനങ്ങൾ മേടിച്ചെന്ന് വരാം അല്ലേ? സപ്ലയർ ചിലപ്പോൾ കടത്തിനും കൊടുത്തേക്കാം. അപ്പോൾ ക്യാഷിന് മേടിക്കാം, കടത്തിന് മേടിക്കാം, എന്തായിക്കോട്ടെ. അതിൻ്റെ മൊത്തം തുകയാണ്, ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ പർച്ചേസസ് എന്ന് പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് മേടിച്ചത്? ഗുഡ്സ് മേടിച്ചത് മാത്രം കേട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ്. സോ പർച്ചേസസ് മീൻസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് ഓൺ ക്രെഡിറ്റ് ആൻഡ് ഓൺ ക്യാഷ്. ഒരു സ്ഥാപനം പ്രൊക്യൂർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ചെയ്യുക, മേടിക്കുക അല്ലേ? പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ്, ഒരു ബിസിനസ് സ്ഥാപനം മേടിച്ച, എങ്ങനെ മേടിച്ച? ക്യാഷായിട്ടും ക്രെഡിറ്റായിട്ടും കടത്തിനും മേടിച്ച ഗുഡ്സിൻ്റെ മൊത്തം എമൗണ്ടിനെയാണ്, തുകയാണ് നമ്മൾ എന്ത് പറയാം? പർച്ചേസസ് എന്ന് പറയാം. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ഒരു വർഷം 5 ലക്ഷം രൂപയുടെ ഗുഡ്സ് ക്യാഷായിട്ടും മേടിച്ചു, 2 ലക്ഷം രൂപയുടെ ഗുഡ്സ് കടത്തിനും മേടിച്ചുവെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പർച്ചേസ് എന്ന് പറയുന്നത് 5 ലക്ഷവും 2 ലക്ഷവും കൂട്ടിക്കഴിഞ്ഞാൽ 7 ലക്ഷമാണ്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കണക്ക് നോക്കുമ്പോഴൊക്കെ നിങ്ങൾ പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് ഒരു തുക കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? അത് ആ സ്ഥാപനം മേടിച്ച ഗുഡ്സിൻ്റെ മൊത്തം വാല്യൂ ആണ്. ക്ലിയർ? റിമെമ്പർ, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് മേടിക്കുമ്പോൾ മാത്രമേ, അതിൻ്റെ തുകയെ മാത്രമേ നമ്മൾ പർച്ചേസസ് എന്ന് പറയുള്ളൂ. ഒരു മെഷീനറി മേടിച്ചാൽ, പർച്ചേസ് ചെയ്താൽ ആ തുകയെ നമ്മൾ പർച്ചേസസ് എന്ന് പറയില്ല. ഒരു കമ്പ്യൂട്ടർ ബിസിനസ്സിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി മേടിച്ചാൽ, അല്ലെങ്കിൽ കണക്കുകളൊക്കെ ചെയ്യാനായിട്ട് ഒരു കമ്പ്യൂട്ടർ മേടിച്ചാൽ അതിനെ നമ്മൾ, അതിൻ്റെ വാല്യൂവിനെ പർച്ചേസസ് എന്ന് പറയില്ല. ഒരു ഫർണിച്ചർ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പർച്ചേസസ് എന്ന് പറയില്ല. എന്ത് മേടിച്ചതിന് മാത്രമേ പർച്ചേസസ് എന്ന് പറയുള്ളൂ? ഗുഡ്സ് മേടിച്ചതിന് മാത്രം പർച്ചേസ് എന്ന് പറയുള്ളൂ. എന്താ ഗുഡ്സിൻ്റെ പ്രത്യേകത? എന്താണ് സാധനങ്ങൾ എന്ന് പറയുന്നത്? ചരക്കുകൾ എന്ന് പറയുന്നത് വിൽക്കാനായിട്ട് മേടിച്ച സാധനങ്ങളാണല്ലേ? ഓക്കെ. അപ്പോൾ വിൽക്കാനായിട്ട് സാധനങ്ങൾ മേടിച്ചാൽ മാത്രം അതിൻ്റെ തുകയെ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? പർച്ചേസസ് എന്ന് പറയുള്ളൂ. സോ ഗുഡ്സ്, സാധനങ്ങൾ, അത് വാങ്ങിയാൽ ആ വാങ്ങിയ തുകയെ നമ്മൾ എന്ത് പറയുന്നു? പർച്ചേസസ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഒരു ഫർണിച്ചർ മേടിച്ചാൽ ഇനി നമ്മൾ പർച്ചേസ് എന്ന് പറയുമോ? മെഷീനറി മേടിച്ചാൽ പർച്ചേസ് എന്ന് പറയുമോ? എന്തുകൊണ്ടാണ് പറയാത്തത്? അതൊക്കെ ഫിക്സഡ് അസറ്റുകളാണ് അല്ലേ? സ്ഥിരമായിട്ട് ബിസിനസ്സിൽ ഉപയോഗിക്കാനായിട്ട് മേടിക്കുന്ന അസറ്റുകളാണ്. അതൊന്നും ഗുഡ്സ് അല്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് പറയില്ല? പർച്ചേസസ് എന്ന് പറയില്ല. ക്ലിയർ? ഓക്കെ. ഇനി ഒരു ടേം കൂടി നമ്മളിന്ന് പഠിക്കും. തേർഡ് ടേം എന്താണ്? സ്റ്റോക്ക് ഓർ ഇൻവെൻ്ററി. സ്റ്റോക്ക് എന്നും പറയാറുണ്ട്, ഇൻവെൻ്ററി എന്നും കൂടി പറയാറുണ്ട്. സ്റ്റോക്ക് എന്ന് പറയുന്ന പദം നിങ്ങൾ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇൻവെൻ്ററി കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? എന്തിനാണ് സ്റ്റോക്ക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം അല്ലേ? ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വെയർ ഹൗസാണ്, സ്റ്റോറേജ് ഏരിയ ആണ്, സ്റ്റോറാണ് അല്ലേ? സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം, വലിയ ബിസിനസ് സ്ഥാപനത്തിൻ്റെ. അവിടെ കുറേ ഉൽപ്പന്നങ്ങൾ കാണാം. കവറിനകത്താണ്, ബോക്സിനകത്താണ്. അതുകൊണ്ട് തന്നെ എന്ത് ഉൽപ്പന്നമാണെന്ന് അറിയില്ല അല്ലേ? പക്ഷെ നിങ്ങൾക്കറിയാം അത് ഉൽപ്പന്നമാണ്, ഐ മീൻ ഗുഡ്സ് ആണ്, വിൽക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളാണ് അല്ലേ? ഓക്കെ, അങ്ങനെ അനുമാനിക്കുക. ഇതിന് മൊത്തമായിട്ട് നമ്മൾ സ്റ്റോക്ക് എന്നാണ് പറയാം. ഗുഡ്സ് ആണ് അല്ലേ? ഓക്കെ. ഇതിൻ്റെ മൊത്തം വാല്യൂവിനെ നമുക്കെന്ത് പറയാം? ഈ ഗുഡ്സിൻ്റെ മൊത്തം വിലയെ നമ്മളെന്ത് പറയുന്നു? സ്റ്റോക്ക് എന്ന് പറയുന്നു. എന്താണ് ഈ ഗുഡ്സിൻ്റെ പ്രത്യേകത? എന്താ? ദീസ് ആർ ഗുഡ്സ് ലേയിങ് അൺസോൾഡ് അറ്റ് എ ഗിവൺ പീരിയഡ്.
സാധനങ്ങൾ മേടിക്കുമ്പോൾ, ഗുഡ്സ് മേടിക്കുമ്പോൾ നമ്മളതിന് പർച്ചേസ് എന്ന് പറയുന്ന തുകയല്ലേ. ഓക്കെ, അതെന്തിനു വേണ്ടി കൊണ്ടുവരുന്നതാണ്? വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ വിൽക്കാതെ ഏതൊരു സമയത്തും ബിസിനസ്സിൽ വിൽക്കാതെ ചില ഗുഡ്സ് അവിടെ ബാക്കി കിടക്കുന്നുണ്ടാവും അല്ലേ. ലെയിങ് അൺസോൾഡ്, വിൽക്കാതെ കിടക്കുന്ന ഗുഡ്സ് ഉണ്ടാവും അല്ലേ. ഏത് സമയത്തുണ്ടാവില്ലേ? സ്റ്റോക്കായിട്ടുണ്ടാവില്ലേ. ഫൈൻ, അതിനെ നമ്മൾ എന്ത് പറയുന്നു? സ്റ്റോക്ക് എന്ന് പറയുന്നു. എന്താണ്? ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ലെയിങ് അൺസോൾഡ് ഇൻ ദ ബിസിനസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പ്രത്യേക ഡേറ്റിൽ, പ്രത്യേക ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഡേറ്റിൽ, ഏത് ഒരു സമയത്ത് പോയാലും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിശ്ചിത സാധനങ്ങൾ, ഗുഡ്സ് വിൽക്കാതെ കിടപ്പുണ്ടാവും അല്ലേ. ഓക്കെ, അതിൻ്റെ വാല്യൂവിനെ, തുകയെ നമ്മളെന്ത് പറയുന്നു? സ്റ്റോക്ക് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നു. സോ അൺസോൾഡ് ഗുഡ്സ്, വിൽക്കാതെ ബാക്കി കിടക്കുന്ന ഗുഡ്സിൻ്റെ വാല്യൂ ആണ് എന്ത്? സ്റ്റോക്ക്. ഉണ്ടാവില്ലേ? ഏതൊരു സമയത്തും ബിസിനസ് സ്ഥാപനത്തിൽ അൺസോൾഡ് ആയിട്ട് ഗുഡ്സ് ഒരുപാട് ഉണ്ടാവും അല്ലേ. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് പോകുകയാണെങ്കിൽ അവിടെ ഒരുപാട് തുണിത്തരങ്ങൾ വിൽക്കാതെ കിടക്കുന്നുണ്ടാവും അല്ലേ. അതിൻ്റെ മൊത്തം വാല്യൂവിനെ നമ്മൾ എന്ത് പറയുന്നു? സ്റ്റോക്ക് എന്ന് പറയുന്നു. അപ്പോൾ സ്റ്റോക്ക് ഇന്നൊരു തുകയാണെങ്കിൽ നാളെ വേറൊരു തുകയായിരിക്കും അല്ലേ. ഇന്ന് ഒരു 10 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അന്ന് അതിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വിറ്റുപോയെന്ന് വരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം 9 ലക്ഷം രൂപയുടെ സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ. സ്റ്റോക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ വാല്യൂയുടെ ഗുഡ്സ് വിൽക്കാതെ കിടപ്പുണ്ട്, അതിനെ നമ്മൾ എന്ത് പറയുന്നു? സ്റ്റോക്ക് എന്ന് പറയും. ഇപ്പോൾ 3 ടേംസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. എന്താണ്? ഗുഡ്സ്, ദെൻ പർച്ചേസസ്, ദെൻ സ്റ്റോക്ക്. ഗുഡ്സ് എന്ന് പറയുന്നത് എന്തിനെയാണ്? ചരക്കുകൾ അല്ലേ. ശരിയല്ലേ. ഓക്കെ, ചരക്കുകൾ അല്ലെങ്കിൽ സാധനങ്ങൾ. എന്താണ് അതിൻ്റെ പ്രത്യേകത? ബിസിനസ്, വ്യാപാരം നടത്തുന്ന ഉൽപ്പന്നങ്ങളാണത് അല്ലേ. വിൽക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. ആ സാധനങ്ങളെയാണ് നമ്മൾ, പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുഡ്സ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദെൻ അത് വാങ്ങുന്ന സമയത്ത് വാങ്ങിയ തുകയെ പർച്ചേസ് ചെയ്ത തുകയെ നമ്മൾ എന്ത് പറയുന്നു? പർച്ചേസസ് എന്ന് പറയുന്നു. വിൽക്കാതെ കിടക്കുന്ന ഗുഡ്സിൻ്റെ മൊത്തം വാല്യൂവിനെ നമ്മൾ എന്ത് പറയുന്നു? സ്റ്റോക്കുമെന്ന് പറയുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ് അല്ലേ. ആദ്യം ഗുഡ്സ് എന്ന് പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഓക്കെ, ഈ പ്രൊഡക്റ്റുകൾ എത്ര രൂപക്ക് വാങ്ങിച്ചു? ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ഇസ് കാൾഡ് പർച്ചേസസ്. അപ്പോൾ അത് വാങ്ങുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് പർച്ചേസസ് എന്നാണ്. ഇനി എത്ര രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കാതെ ബാക്കി കിടപ്പുണ്ട്, അതിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഗുഡ്സ് വാങ്ങുമ്പോൾ വാങ്ങിയ തുകയെ പർച്ചേസസ് എന്നും, വിൽക്കാതെ എത്ര ഗുഡ്സ് കിടപ്പുണ്ട് അതിനെ സ്റ്റോക്ക് എന്നും, അത് വിൽപ്പന നടത്തിയാൽ അതിനെ നമ്മൾ സെയിൽസും എന്നാണ് പറയുക അല്ലേ. ഇൻട്രസ്റ്റിംഗ് ഇസ്ന്റ് ഇറ്റ്. ഒരു ഗുഡ്സ് എന്ന് പറയുന്ന ഈ സാധനത്തെ നമ്മൾ 3 പേരിൽ അറിയപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് വാങ്ങുമ്പോൾ when you purchase, it is called purchases. When you sell it, when you make sale of goods, it is called sales. And the balance goods is called stock. വാങ്ങുമ്പോൾ അത് പർച്ചേസ് ആവുന്നു, വിൽക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് സെയിൽസ് എന്ന്. ദെൻ അത് എത്ര രൂപയുടെ ഉൽപ്പന്നം വിൽക്കാതെ ബാക്കി കിടപ്പുണ്ട് അതിനെ നമ്മൾ എന്ത് പറയുന്നു? സ്റ്റോക്ക് എന്നും പറയുന്നു. ഫൈൻ. അപ്പോൾ ഇതിനെല്ലാം ഗുഡ്സ് എന്ന ഈ ഒരു ഐറ്റത്തിനെയാണ് നമ്മൾ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ഗുഡ്സ് ആണ് അല്ലേ. അത് വാങ്ങാനും വിൽക്കാനും വേണ്ടിയിട്ടാണ് ആ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത് തന്നെ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ, ഈ ഗുഡ്സ് വാങ്ങുമ്പോൾ നമ്മളതിനെ പർച്ചേസ് എന്ന് വിളിക്കുന്നു, അതിൻ്റെ എമൗണ്ടിനെ. വിൽക്കുമ്പോൾ അതിൻ്റെ എമൗണ്ടിനെ നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു അതിനെ സെയിൽസ് എന്ന് വിളിക്കുന്നു. ദെൻ വിൽക്കാതെ എത്ര ഗുഡ്സ് ബിസിനസ്സിൽ ബാക്കിയുണ്ട് ആ ബാലൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്റ്റോക്ക് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പദങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്.
അപ്പോൾ ചില ചോദ്യങ്ങളാവാം അല്ലേ, അസൈൻമെൻറ്റ്. ഞാൻ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. അതിൻ്റെ ഉത്തരം കണ്ടെത്തി നിങ്ങൾ നോട്ടിൽ ഈ ക്ലാസ്സിലെ നോട്ട്സ് എഴുതിയതിന് ശേഷം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി കണ്ടെത്താനും നോട്ടിലേക്ക് കുറിക്കാനും മറക്കരുത്. ആദ്യമായിട്ട് അതിൽ കാണിച്ചിട്ടുള്ളൊരു ചോദ്യം, എ ബിസിനസ് ഫേം പർച്ചേസസ് മെഷീനറി വർത്ത് ₹50,000. 50,000 രൂപയുടെ മെഷീനറി ഒരു ബിസിനസ് സ്ഥാപനം പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു അല്ലേ. ഓക്കെ, വിൽ ഇറ്റ് ബി കൺസിഡേർഡ് ആസ് പർച്ചേസസ്? അതിനെ പർച്ചേസായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എസ് എന്ന് എഴുതാം, പറ്റില്ലെങ്കിൽ നോ എന്ന് എഴുതാം. എന്തായാലും അതിൻ്റെ റീസൺ കൂടി കാണിക്കാം, വൈ. ഓക്കെ, ഫൈൻ. രണ്ടാമത്തത്, നോട്ട്ബുക്ക് പർച്ചേസ്ഡ് ബൈ എ സ്റ്റേഷനറി ഷോപ്പ് കംസ് അണ്ടർ. ഒരു സ്റ്റേഷനറി കച്ചവടക്കാരനാണ് അല്ലേ, അയാൾ നോട്ട്ബുക്ക് പർച്ചേസ് ചെയ്തു. അത് ഏത് വിഭാഗത്തിലാണ് പെടുക എന്നാണ് പറയേണ്ടത്. അതിനെ ഇൻകമായിട്ട് കണക്കാക്കുമോ, പർച്ചേസസ് ആണോ, അസറ്റാണോ, ലയബിലിറ്റീസ് ആണോ? എന്താ മേടിച്ചത്? നോട്ട്ബുക്ക്. എന്ത് കടക്കാരനാണ്? സ്റ്റേഷനറി കച്ചവടം ചെയ്യുന്ന ആളാണ് അല്ലേ. അപ്പോൾ നോട്ട്ബുക്ക് മേടിച്ചാൽ അയാളെ സംബന്ധിച്ചോളം ആ മേടിച്ച തുക എന്താണ്? മൂന്നാമത്തെ ചോദ്യം, ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ ഗുഡ്സ് ആർ നോൺ ഇൻ ഡിഫറെൻറ്റ് നെയിംസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഗുഡ്സിനെ പല പേരുകളിൽ അറിയപ്പെടും. റൈറ്റ് ദ നെയിംസ് യൂസ്ഡ് ഫോർ ദ ഗുഡ്സ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഗുഡ്സിന് പറയുന്ന വിവിധ പേരുകൾ, താഴെ പറയുന്ന വിവിധ കേസിൽ ഗുഡ്സിന് പറയുന്ന പേരുകൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ആദ്യം പറഞ്ഞത് ഗുഡ്സ് പർച്ചേസ്, ഗുഡ്സ് മേടിക്കുമ്പോൾ അതിനെന്ത് പറയുന്നു? ഗുഡ്സ് സോൾഡ്, ഗുഡ്സിനെ വിൽക്കുന്ന സമയത്ത് അതിനെന്ത് പറയുന്നു? ആൻഡ് അൺസോൾഡ് ഗുഡ്സ്, വിൽക്കാതെ ബാക്കി കിടക്കുന്ന ഗുഡ്സിനെ എന്ത് ടേമാണ് വിളിക്കുക? അപ്പോൾ ഈ ക്ലാസ്സുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. And I think it's time to say goodbye. Have a nice day. Thank you.